ഒരു MLA-ക്കും രാഷ്ട്രീയ കേരളത്തിൽ ഇത്തരം ഗതികെട്ടൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സഹതപിക്കുകയാണ് വലിയ രീതിയിൽ. കാരണം പാതിരാത്രി തലയിൽ മുണ്ടിട്ട് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥയിലാണ് പാലക്കാട്ടെ MLA. ഇന്നലെയും അതാണ് സംഭവിച്ചത്. MLA-യുടെ സ്വന്തമല്ലാത്ത കാറിൽ, ബോർഡ് വെക്കാത്ത കാറിൽ അദ്ദേഹം വളരെ രഹസ്യമായി ഇവിടെ തലയിൽ മുണ്ടിട്ട് വന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉദ്ഘാടനം, ഒരു ഫ്ലാഗ് വീശി അപ്പം തന്നെ ഇവിടെ നിന്ന് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈ MLA പാലക്കാടിനും കേരളത്തിനും ആകെ അപമാനമാണ്. പുറത്ത് ആളുകൾക്കിടയിൽ പരസ്യമായി ഇറങ്ങി വരാൻ പറ്റാത്ത രീതിയിലേക്ക് ഇദ്ദേഹം മാറിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ സൂചിപ്പിച്ചു, പൊതുപരിപാടിയിൽ MLA എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെങ്കിലും പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായാൽ വലിയ പ്രതിഷേധങ്ങൾ, ജനകീയ പ്രതിഷേധങ്ങൾ പാലക്കാട് നിന്ന് ഉയർന്നു വരും. ആ പ്രതിഷേധങ്ങളുടെ മുന്നണി പോരാളികളായി DYFI ഉണ്ടാവും. DYFI പറഞ്ഞു, MLA എന്ന നിലയ്ക്ക് ഒരു പൊതുപരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, അദ്ദേഹം മാറി നിൽക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, മീശമാധവൻ എന്ന് പറയുന്ന സിനിമയിൽ രാത്രി പട്ടാളം പുരുഷൻ്റെ വീട്ടിലേക്ക് ജഗദീഷ് ശ്രീകുമാർ കയറിപ്പോകുന്നത് പോലെ തലയിൽ മുണ്ടിട്ട് ആളുകളെ കബളിപ്പിച്ച് വഞ്ചിട്ട് ഒരു MLA കടന്നു വരുന്ന കാഴ്ചയാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഇവിടെ ബന്ധപ്പെട്ട അഫിലിയേറ്റഡ് സംഘടനകളുണ്ട്, തൊഴിലാളി സംഘടനകളുണ്ട്. അവരെ ആരെയും അറിയിക്കാതെ ഇവിടെ 2 പേര് അതിൽ കൃത്യമായി പങ്കുള്ള DTO, അദ്ദേഹത്തെ ഇപ്പോൾ ഞങ്ങൾ കണ്ട് സംസാരിച്ചു, ജോഷി ജോൺ അല്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ DTO എഞ്ചിനീയർ സുനിൽ. അപ്പോൾ ഇവർ 2 പേരും അവർ സമ്മതിച്ചു. ഇവിടെ ചിലരൊക്കെ പറഞ്ഞ പോലെ നേരിട്ട് വീട്ടിൽ പോയി MLA-യെ ക്ഷണിച്ച് ആദ്യഘട്ടത്തിൽ തൊഴിലാളികൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിൽ എഞ്ചിനീയറെ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു എന്ന് തീരുമാനിച്ച് MLA-യുടെ, അദ്ദേഹം ഭരണകക്ഷി സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹം കറകളൻ RSS ആണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സംഘടന ഏതോ ആയിക്കോട്ടെ, BJP-യുടെ രാഷ്ട്രീയമുള്ള ആളാണ് സുനിൽ. ഈ BJP-യുടെ രാഷ്ട്രീയമുള്ള കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള INDC പ്രവർത്തകനായിട്ടുള്ള സുനിൽ സ്വയം മറ്റെവിടേക്കോ പ്രത്യേകം മാറി നിന്ന് MLA-യെ കൊണ്ടുവന്ന് വളരെ കൃത്യമായി ഗൂഢാലോചന നടത്തി INDC-യുടെ പ്രവർത്തകരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് വളരെ ഒരു ഉദ്ഘാടനം ഇവിടെ നടത്തിയിരിക്കുകയാണ്. ഇത് എത്രമേൽ അപമാനമാണ്, അപഹാസ്യമാണ്, എത്രമേൽ അപഹാസ്യമായ രീതിയിലാണ്. തീവ്രവാദ സംഘടനകളെല്ലാം പ്രവർത്തിക്കുന്ന പോലെയാണോ ഒരു MLA ഈ പൊതുസമൂഹത്തിൽ, കേരളീയ പൊതുസമൂഹത്തിൽ പാലക്കാട് പ്രവർത്തിക്കേണ്ടത്? പരസ്യമായി ഒരു ബോർഡ് വെച്ച്, ഒരു നോട്ടീസ് അടിച്ച്, ഒരു പ്രഖ്യാപനം നടത്തി, പത്രക്കുറിപ്പ് നടത്തി. നോക്കൂ, ഈ പാലക്കാട്ടെ ഇത്രയും അധികം ദൃശ്യ മാധ്യമങ്ങൾ ഇവിടെ ഇല്ലേ? പാലക്കാട് ഒരു ഇല വീണാൽ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ കൃത്യമായി പാലക്കാട്ടെ എല്ലാ സൂക്ഷ്മ രാഷ്ട്രീയ വിഷയങ്ങളും ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന, പാലക്കാട്ട് അത്രമേൽ ലൈവായി പ്രവർത്തിക്കുന്ന ഇത്രയും ദൃശ്യ മാധ്യമങ്ങളിൽ ഒരാളെ പോലും അറിയിക്കാതെ, പൊതുവിൽ ഇവരെക്കുറിച്ചൊക്കെയുള്ള ഒരു ആക്ഷേപം, ഇവർ എവിടെ ചെന്നാലും 10 മാധ്യമങ്ങളുണ്ടാവും. മാധ്യമങ്ങൾ ഞങ്ങളെല്ലാവരും ആ രീതി പറയല്ല. ചില മാധ്യമങ്ങളൊക്കെ ആയി വളരെ നല്ല ബന്ധം, നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന ആളുകളാണ് ഇവരെ. അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിൽ വലിയ എക്സ്പേർട്സാണ്. പക്ഷേ ഏത് പ്രവർത്തനം നടത്തുമ്പോഴും വലിയ മാധ്യമ ശ്രദ്ധ വേണ്ട ആളുകളാണ്. ഇവിടെ നോക്കൂ, ഒരു മാധ്യമങ്ങളെയും അറിയിക്കാതെ, ഒരു നോട്ടീസും അടിക്കാതെ, ഒരു ബോർഡും വെക്കാതെ, ഇവിടെ ആരെയും അറിയിക്കാതെ ഇവിടെ പോലീസ് സംവിധാനങ്ങളെ ഇതുപോലെ ഒരു KSRTC സംവിധാനത്തിൽ ആളുകൾ 100 കണക്കിന് വന്നു പോകുന്ന സ്ത്രീകളും യുവതികളും കുട്ടികളും ഉൾപ്പെടെ ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ടവരും ഉൾപ്പെടെയുള്ള ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ ഈ സമയത്തൊക്കെ ഇതുപോലെ ഒരു MLA വരുമ്പോൾ സുരക്ഷാ പ്രശ്നമുണ്ട്. ആളുകളുടെ സുരക്ഷാ പ്രശ്നം കൂടെ മുൻനിർത്തിയാണ് ഞങ്ങൾ പറയുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു പെർവേർട്ട്, ഒരു ക്രിമിനൽ, ആരെ കണ്ടാലും കാര്യങ്ങൾ ആ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരാൾ, 100 കണക്കിന് സ്ത്രീകൾ ആ സമയത്ത് ഇവിടെ ഉണ്ട്. പോലീസിൻ്റെ നോക്കൂ ഒക്കെ സുരക്ഷയിലല്ലെങ്കിൽ എങ്ങനെ ഇതുപോലൊരു ക്രിമിനൽ ഇവിടെ വരുമ്പോൾ, ഇയാളെ കൊണ്ടുവരുമ്പോൾ വീട്ടിൽ പോയി ക്ഷണിച്ചു എന്ന് പറയുന്നത്? അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരായി DYFI വകുപ്പ് അധികാരികൾക്ക്, വകുപ്പ് മന്ത്രിക്കുൾപ്പെടെ ഇന്ന് തന്നെ ഇൻസ്റ്റൻ്റായി പരാതി കൈമാറും. ഇവർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തി അടിയന്തരമായി ഇതുപോലെയുള്ള ആളുകൾ, അവർക്ക് ശമ്പളം കൊടുക്കുന്ന KSRTC-യാണ്. ഇവിടെ പറഞ്ഞു, ഏറെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് KSRTC-യെ ലാഭകരമായ സാഹചര്യത്തിലേക്ക് എത്തിച്ച ഗവൺമെൻറ്റാണ്. അതിന് നേതൃത്വം കൊടുത്ത സംഘടന, പ്രവർത്തകർ, ജീവനക്കാർ എല്ലാവരും ഉണ്ട്. അതിനെയെല്ലാം വെല്ലുവിളിച്ച് ഈ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ സംഘടനയുമായി ഗൂഢാലോചന നടത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ക്രിമിനലിനെ ആനയിച്ച് കൊണ്ടുവന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്യിച്ചു പോകുന്ന രീതിയിലാണ് ഈ DTO പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്, അതെ, പുതിയ ബസ്സുമല്ല, നേരത്തെയുള്ള ബസ്സാണ്. അത് നിന്ന് പോയത്. ഞങ്ങൾ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകും. ഇല്ല, നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ കേട്ടതിൽ എന്താ DTO എന്താ പറഞ്ഞ്? ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി DTO ജോഷി പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി, വകുപ്പ് മന്ത്രിയുമായി ആരുമായിട്ടും ആലോചിച്ചിട്ടില്ല.
നിങ്ങൾ കേട്ടല്ലേ? ആരുമായും ഗൂഢാലോചന നടത്തിയില്ല. BJPക്ക് എന്തും പറയാം. ഇപ്പം ഈ സുനിലാരാ അല്ല BJPയുടെ ആരോപണം ഉന്നയിച്ച ആളുകൾ ഈ സുനിലിൻ്റെ രാഷ്ട്രീയം എന്താ? സുനിലിൻ്റെ രാഷ്ട്രീയം എന്തല്ലേ? സുനിൽ RSSകാരനല്ലേ? BJPക്കാരനല്ലേ? അല്ല, ഇവിടെ MLAനെ പങ്കെടുപ്പിച്ചത് മാത്രമല്ല വിഷയം. ഇവിടുത്തെ തൊഴിലാളികൾക്ക് പരാതിയുണ്ട്. ഇതുപോലെ ഒരാൾ ഇപ്പോൾ ഒരു വകുപ്പിനകത്ത് ഒരു സർക്കാർ സംവിധാനത്തിനകത്ത് ഒരു ഉദ്ഘാടനം വെക്കുമ്പോൾ അതിനൊരു നോട്ടീസ് അടിക്കണം, അതിനൊരു വാർത്ത കൊടുക്കണം. ഇത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനല്ലേ? ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഇടപെടലിലെ തൊഴിലാളി സംഘടനയുടെ നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി നിന്നുപോയ AC കോച്ച് അല്ലേ നമുക്ക് ബാംഗ്ലൂരിലേക്കാണ്. ഒരുപക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് കേട്ടപ്പോൾ ചാടി വന്നതാവാം. ബാംഗ്ലൂരിലേക്കൊരു ബസ് എന്ന് കേട്ടപ്പോൾ വന്നതായിരിക്കാം അല്ലേ? ബാംഗ്ലൂരിലേക്കൊരു ബസ് എന്ന് കേട്ടപ്പോൾ ബാംഗ്ലൂരാണല്ലോ, അവിടെയാണല്ലോ മൂപ്പരുടെ പല കലാപരിപാടികളൊക്കെ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കേട്ടപ്പോൾ വന്നതാണ്, എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇതിൽ പങ്കാളികളായിട്ടുള്ള 2 പേരുടെ പേര് പറഞ്ഞു, അവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ രീതിയിൽ സർക്കാർ ശമ്പളം പറ്റി സർക്കാർ സംവിധാനങ്ങളെ അപഹസിച്ച് തൊഴിലാളികളെ ഒറ്റുകൊടുത്ത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നതെങ്കിൽ ജനങ്ങളെ അണിനിരത്തി മറുപടി പറയിക്കും. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, DYFI പറയുന്നു, സമയവും സ്ഥലമൊക്കെ തീരുമാനിച്ച് നിങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തീരുമാനിക്കുന്ന സംവിധാനത്തിനകത്ത് ഒരു നോട്ടീസ് അടിച്ച് ഒരു ബോർഡ് വെച്ച് ഒരു പൊതുപരിപാടിയിൽ ഉദ്ഘാടകനായി MLA എന്ന നിലയ്ക്ക് പങ്കെടുക്കാൻ പാലക്കാട്ടെ MLAയെ DYFI വരും. അപ്പോൾ നമുക്ക് കാണാം. അല്ല, അവര് കോൺഗ്രസിന് ഉളുപ്പുണ്ടോന്ന്? കോൺഗ്രസ് ഒന്ന് എന്തിനാ പുറത്താക്കി? കോൺഗ്രസിന്റെ പ്രാഥമിക കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ പോലും ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അവരുടെ ഗ്രൂപ്പിനകത്ത് വലിയ ചർച്ച നടക്കുന്നുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അതുകൂടി ഒന്ന് അന്വേഷിക്കും. ഇതുപോലൊരു MLA താങ്ങി നടക്കേണ്ട കോൺഗ്രസ്സുകാരന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് അവർ തന്നെ പറയുന്നുണ്ട്, സുരക്ഷ ഒരുക്കുന്നതിനെ കുറിച്ച് കേട്ടോ.